ഈ കാണുന്നത് 2026 ലോകത്തെ ശക്തമായ 5 രാജ്യങ്ങൾ GDP പർച്ചേസ് ഫോർ പാരിറ്റിയുടെ ബേസിലുള്ള 5 രാജ്യങ്ങൾ. ഇവിടെ കൃത്യമായിട്ട് കാണാം. ചൈന ഒന്നാമത് $44 ട്രില്യൺ, രണ്ടാമത് അമേരിക്ക $32 ട്രില്യൺ, മൂന്നാമത് ഇന്ത്യയാണ് $18.9 ട്രില്യൺ. എന്ന് വെച്ചാൽ ഏതാണ്ട് 20 ട്രില്യണിലേക്ക് ഇന്ത്യയുടെ GDP പർച്ചേസ് ഫോർ പാരിറ്റി എത്തുകയാണ്. 4ാം സ്ഥാനത്ത് നിൽക്കുന്ന റഷ്യ 7 ട്രില്യണിലാണ് നിൽക്കുന്നതെന്ന് ഓർക്കണം. 5ാം സ്ഥാനത്തുള്ള ജപ്പാനും 7 ട്രില്യൺ അടുത്താണ് നിൽക്കുന്നത്. സോ ഇവിടെ ഇന്ത്യ 4ാം സ്ഥാനത്തുള്ള റഷ്യയേക്കാൾ വളരെ മുന്നിലാണ്. അമേരിക്കയ്ക്ക് ഏറ്റവും ആദ്യത്തെ ഭീഷണി പർച്ചേസ് ഫോർ പാരിറ്റിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇനി നോമിനൽ GDPയുടെ കാര്യം എടുത്താലും ഇന്ത്യ 4 ട്രില്യൺ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല ഇപ്പോൾ ഇന്ത്യയും ജപ്പാനും ബ്രിട്ടനും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പതിറ്റാണ്ടിൻ്റെ അവസാനത്തോടെ സ്ഥിരമായിട്ട് GDP പർച്ചേസ് ഫോർ പാരിറ്റിയിൽ ഇന്ത്യ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് പോലെ സ്ഥിരമായിട്ട് ഇന്ത്യ 3rd പൊസിഷനിലേക്ക് എത്തും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. സോ ഇന്ത്യ ഏറ്റവും അധികം ചലഞ്ച് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് അമേരിക്കയ്ക്കാണ്. ഞാൻ ഈ ഒരൊറ്റ ഡേറ്റയുടെ ബേസിലല്ല ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യയുടെ വിഷയങ്ങളിൽ ഇത്രയും താല്പര്യം കാണിക്കുന്നത്, ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വിവിധ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഒരുപാട് ഘടകങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ GDPയുടെ കാര്യം പറഞ്ഞു. GDP വളർച്ചയുടെ നിരക്കെടുത്താൽ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതാണ് ഇന്ത്യ. അതായത് മെയിൻ ആയിട്ടുള്ള G20 രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ ഇന്ത്യ ഒന്നാമതാണ്. ഇന്ത്യയുടെ വാർഷിക വളർച്ച യഥാക്രമം ഏകദേശം 6.2% മുതൽ 7.3% വരെയാണ്. ചില ഘട്ടങ്ങളിൽ അത് 8% വരെ പിന്നിട്ടതാണ്. ഇനി തൊട്ടടുത്തുള്ള ചൈനയുടെ കാര്യം എടുത്താൽ 4.2 മുതൽ 4.8% ചൈനയുടെ വളർച്ച. അമേരിക്കയുടെ വളർച്ച പരമാവധി 2.1%. ഇവിടെ GDP വളർച്ചയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് സമീപ ഭാവിയിൽ അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടാൻ പോകുന്ന ഒരു രാജ്യം ചൈന മാത്രമല്ല ഇന്ത്യയിൽ നിന്നുകൂടിയാണ് എന്നത് വ്യക്തമാണ്. ഇനി രണ്ടാമതായിട്ട് ഡിജിറ്റൽ പേയ്മെന്റുകളുടെയും ഫിൻടെക്കിന്റെയും കാര്യം എടുക്കാം. ഡിജിറ്റൽ പേയ്മെന്റിൽ ലോകത്തിൽ ഇന്ന് നടക്കുന്ന ആകെ ഇടപാടുകളുടെ 49% ഡിജിറ്റൽ പേയ്മെന്റ് നടക്കുന്നത് ഇന്ത്യയിലാണ്. നമുക്കറിയാം UPIയുടെ വരവിന് മുമ്പ് നമ്മളെല്ലാവരും കാർഡാണ് കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. എവിടെ പോയാലും കാർഡ് കൊടുക്കും. ഈ കാർഡ് കമ്പനികളെല്ലാം തന്നെ അമേരിക്ക ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഈ കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ അതിലൂടെ ലാഭം ഉണ്ടാക്കുന്നത് ഈ അമേരിക്കൻ കമ്പനികളാണ്. എന്നാൽ UPIയുടെ വരവോട് കൂടിയിട്ട് ഈ കമ്പനികളുടെ കച്ചവടം പൂട്ടിയിരിക്കുകയാണ്. ഇന്ത്യൻ വിപണി ഏറെക്കുറെ അവർക്ക് അന്യമായിരിക്കുകയാണ്. ഇത് അമേരിക്കയ്ക്ക് ആഗോളതലത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ UPI മോഡൽ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നതും അമേരിക്ക ഒരു നേരിട്ടുള്ള ഭീഷണിയായിട്ടാണ് കാണുന്നത്. ആകെ ലോകത്ത് നടക്കുന്ന ഡിജിറ്റൽ പേയ്മെന്റിൽ അമേരിക്കയുടെ സ്ഥാനം വളരെ പുറകിലാണ്. ഇന്ത്യ കഴിഞ്ഞാൽ രണ്ടാമത് ബ്രസീലാണ്. 14% അവിടെ നടക്കുന്ന ഡിജിറ്റൽ പേയ്മെന്റ് ഇടപാടുകൾ. അത് കഴിഞ്ഞാൽ ചൈനയാണ് 6%. അതിനും പുറകിൽ എവിടെയാണ് അമേരിക്ക. എന്ന് വെച്ചാൽ ഡിജിറ്റൽ ട്രാൻസാക്ഷന്റെ കാര്യത്തിൽ ഇന്ത്യ ലോകത്തെ ലീഡറാണെന്ന് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. UPIയെ തകർക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നതിന്റെ പിന്നിലെ കാരണവും ഇത് തന്നെയാണ്. ഇനി അടുത്തൊരു മേഖലയാണ് സെമി കണ്ടക്ടർ മേഖല. സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യ കൈവരിക്കുന്ന പുരോഗതി എന്ന് പറയുന്നത് ഇന്നേ വരെ ഒരു രാജ്യത്തും കാണാത്തതാണ്. ഇന്ത്യയേക്കാൾ വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്നുണ്ട്. പക്ഷേ മറ്റ് രാജ്യങ്ങൾ ഇന്നിപ്പോൾ ഇന്ത്യ എത്തി നിൽക്കുന്ന പുരോഗതിയിലേക്ക് എത്താനായിട്ട് എടുത്തതിനേക്കാൾ വളരെ കുറഞ്ഞ സമയത്തിലാണ് ഇന്ത്യ ഈ നിലയിൽ വളരുന്നത് എന്നതാണ് പ്രധാനം. വെറും 15 മാസത്തിനുള്ളിൽ 6 സംസ്ഥാനങ്ങളിലായിട്ട് 1.6 ലക്ഷം കോടി രൂപയുടെ 12 സെമി കണ്ടക്ടർ നിർമ്മാണ പാക്കേജിംഗ് പദ്ധതികളാണ് ഇന്ത്യ നടപ്പിലാക്കിയത്. അതായത് $20 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ്. വലിയ രാജ്യങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു നേട്ടമാണത്. ഇനി അടുത്തതാണ് ഇലക്ട്രോണിക് സ്മാർട്ട് ഫോൺ കയറ്റുമതിയിലെ ഇന്ത്യയുടെ വളർച്ച. ശരിക്കും ഇന്ത്യ ഞെട്ടിച്ചൊരു മേഖല അതാണ്. മോദിയുടെ കാലത്തുണ്ടായ വലിയ മാറ്റങ്ങളിലൊന്നാണിത്. സ്മാർട്ട് ഫോൺ നിർമ്മാണത്തിൽ ഇന്ന് ഇന്ത്യ ലോകത്ത് 2ാമത്തെ പ്ലെയർ ആണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? സത്യമാണ്. ചൈന കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ നിർമ്മാണത്തിൽ ലോകത്ത് 2ാം സ്ഥാനത്താണ് ഇന്ന് ഇന്ത്യ. ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലും 2ാം സ്ഥാനത്താണ്. നമ്മൾ കൃത്യമായി കണക്കുകൾ വെച്ച് തന്നെ നമുക്ക് ഈ വിഷയത്തെ പരിശോധിക്കാം. ലോകത്ത് ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഷെയർ എടുത്താൽ ഈ സ്മാർട്ട് ഫോൺ മാനുഫാക്ചറിങ്ങിന്റെ ഔട്ട്പുട്ട് ഷെയർ എടുത്തു കഴിഞ്ഞാൽ ചൈനയാണ് ലീഡർ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 60 മുതൽ 65% വരെയാണ് ചൈനയുടെ ഷെയർ. പക്ഷെ 10 വർഷം മുമ്പ് നമ്മുടെ ഇന്ത്യ ഈ ചിത്രത്തിലേ ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയും ഇന്ത്യ ഇല്ല.
1, 2, 3, 4, 5, 6 സ്ഥാനത്തൊന്നും ഇന്ത്യ ഇല്ല. പക്ഷെ ഇന്ന് ഇന്ത്യ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഗ്ലോബൽ ഔട്ട്പുട്ട് ഷെയർ 20% ആണ്. ഗ്ലോബൽ ടോട്ടല് 300 മില്യൺ പ്ലസ് യൂണിറ്റ്സ് ആണ് ഇന്ത്യയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് പുറത്തേക്ക് പോകുന്നത്. 3ാം സ്ഥാനത്ത് ഇപ്പോൾ വിയറ്റ്നാമാണ്. നേരത്തെ വിയറ്റ്നാം 2ാമതായിരുന്നു. നമ്മൾ വിയറ്റ്നാമിനെയും പുറകിലാക്കിയാണ് ഇപ്പോൾ 2ാം സ്ഥാനത്തേക്ക് എത്തിയത്. 4ാം സ്ഥാനത്ത് സൗത്ത് കൊറിയയാണ്. ഒരു വർഷം ഇന്ത്യ $30.1 ബില്യൺ ഉൽപ്പന്നങ്ങളാണ് വിറ്റഴിക്കുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിൽ, അതായത് ഈ ബില്യൺ കണക്കിലേക്ക് വരുമ്പോൾ വിയറ്റ്നാം $31.3 ബില്യൺ ഫോണുകളാണ് വിൽക്കുന്നത് എങ്കിൽ ഇന്ത്യ $30.1 ബില്യന്റെ ഫോണുകളാണ് വിൽക്കുന്നത്. അത് കാരണം നമ്മൾ ആ ഒരു പണത്തിന്റെ മൂല്യം എടുക്കുമ്പോൾ 3ാം സ്ഥാനത്താണെങ്കിലും ടോട്ടൽ മാനുഫാക്ചറിംഗ് ഷെയറിന്റെ കാര്യത്തിൽ 2ാമതാണ്. 20% ആണ് ഇന്ത്യ. വിയറ്റ്നാം വെറും 12% വരെ ഉള്ളൂ. സോ ഇന്ത്യയുടെ ഈ മാറ്റം അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. പുനരുപയോഗ ഊർജത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന പുരോഗതിയും അതോടൊപ്പം തന്നെ ഫോസിൽ ഇന്ധനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ മേലുള്ള സ്വാധീനം ഇല്ലാതാകുന്നതും അമേരിക്ക കാണുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ്. സൗരോർജവും പുനരുപയോഗ ഊർജ്ജശേഷിയും വർദ്ധിപ്പിക്കുന്നതിൽ G20 രാജ്യങ്ങൾക്കിടയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും വേഗത്തിൽ മുന്നേറുന്ന രാജ്യം ഇന്ത്യയാണ്. ഗുജറാത്തിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഹൈബ്രിഡ് റിന്യൂവബിൾ എനർജി പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ 500 ജിഗാവാട്ട് ഫോസിൽ അല്ലാത്ത ഇന്ധന ഊർജ്ജ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗത്തിൽ കുതിക്കുകയാണ്. ആ ഒരു കണക്കുകളിലും ഇന്ത്യയുടെ സ്ഥാനം വളരെ മുന്നിലാണ്. ഇപ്പൊ നിലവിൽ നമ്മൾ പട്ടിക നോക്കിയാൽ ചൈനയാണ് ഈ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നത്. റിന്യൂവബിൾ എനർജിയുടെ കാര്യത്തിൽ ചൈനയാണ് മുന്നിൽ നിൽക്കുന്നത്. 2ാമത് US ആണ്. പക്ഷെ ഇന്ത്യ ഇപ്പോൾ 3ാം സ്ഥാനത്താണ്. നേരത്തെ ബ്രസീലായിരുന്നു 3ാമത്. ബ്രസീലിനെയും ജർമ്മനിയെയും പുറകിലാക്കിയിട്ട് ഇന്ത്യയാണ് നിലവിൽ 3ാം സ്ഥാനത്ത്. ഇതിനൊക്കെ പുറമെ ഇന്ത്യ ഡോളർ ഒഴിവാക്കിക്കൊണ്ടുള്ള വിനിമയം നടത്തുകയാണ്. ഇപ്പോൾ ഡോളർ ഒഴിവാക്കിക്കൊണ്ടുള്ള കച്ചവടം സുഹൃത്ത് രാജ്യങ്ങളുമായി ചേർന്ന് നടത്തുകയാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ റഷ്യയുമായിട്ടും അത്തരം കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്ത്യ എല്ലാ അർത്ഥത്തിലും ഒരു സ്വതന്ത്ര ശക്തി എന്ന നിലയിൽ അതിവേഗത്തിൽ വളരുമ്പോൾ അമേരിക്കയുടെ ആശങ്ക വർദ്ധിക്കുകയാണ്. ചൈനയ്ക്കൊപ്പം ഏഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടി ശക്തമായൊരു രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞാൽ ആഗോളതലത്തിൽ അമേരിക്കയുടെ സ്വാധീനത്തിന് ഇടിവ് പറ്റുമെന്നും അമേരിക്ക ഈ കഴിഞ്ഞ നാളത്രയും പുലർത്തിയിരുന്ന അവരുടെ അപ്രമാദിത്വത്തിന് ഒരു വലിയ ഭീഷണിയായിട്ട് അത് മാറുമെന്നും അവർ കണക്കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് മരിമോനെയും കൂടെയുള്ള ടീമുകളെയൊക്കെ ഇടയ്ക്ക് ഇന്ത്യയിലോട്ട് കായൽക്കാറ്റ് കൊള്ളാനായിട്ട് ട്രംപ് പറഞ്ഞു വിടുന്നത്. വെറുതെ അല്ല വരുന്നത്. ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് സ്വാധീനമുള്ള ഒരു ഭരണകൂടത്തെ ഇന്ത്യയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ അത് അവർ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നുമില്ല. സത്യത്തിൽ ഇന്ത്യയും ചൈനയും റഷ്യയും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അടുത്തൊരു 30 വർഷം വലിയ കുഴപ്പങ്ങളില്ലാതെ പോവുകയാണെങ്കിൽ ഈ ലോകത്തെ പാശ്ചാത്യ സ്വാധീനം ഏറെക്കുറെ ഇല്ലാതാകും എന്ന് തന്നെ പറയാം. അതായത് യൂറോപ്യൻ അമേരിക്കൻ വേൾഡ് ഓർഡർ ഉണ്ടല്ലോ, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നിർമ്മിക്കപ്പെട്ട വേൾഡ് ഓർഡർ, അതൊരു പക്ഷെ അടിമുടി മാറാനും അമേരിക്കൻ അല്ലെങ്കിൽ വെള്ളക്കാരായിട്ടുള്ള യൂറോപ്യൻസ് ആയിട്ടുള്ള ആളുകളുടെ ഡോമിനൻസ് ഈ ലോകത്ത് വളരെയധികം കുറഞ്ഞിട്ട് പണ്ട് കാലത്തെ പോലെ ഏഷ്യൻസ് വീണ്ടും ഒരു മേധാവിത്വത്തിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം സംഭവിക്കും. ഇതിനെ ഭയന്നുകൊണ്ടാണ് ഇരുപ്പുറയ്ക്കാതെ ട്രംപും ടീമും നെട്ടോട്ടം ഓടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ, ഇന്ത്യയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് അവർക്കറിയാം. ഇന്ത്യ ശക്തമാവുകയാണ്. സൈനികമായും സാമ്പത്തികമായും മാനുഫാക്ചറിങ് പവർ എന്ന നിലയിലും ഇന്ത്യ അതിവേഗത്തിൽ വളരുകയാണ്. എല്ലാ മേഖലയിലും ഒരു ചലഞ്ചായിട്ട് ഇന്ത്യ വരികയാണ്. എന്ന് വെച്ചാൽ ഇവർക്ക് ഭയമുണ്ടാവുന്നത് US-ഉം ഇന്ത്യയും തമ്മിലുള്ള അകലം കുറയുമ്പോഴാണ്. അത് GDP പർച്ചേസ് പവർ പാരിറ്റി മുതൽ സകല മേഖലകളിലും ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇന്ന് വളരെ മുന്നിലാണ്. റോഡ് നെറ്റ്വർക്കുള്ള രാജ്യങ്ങളിൽ US-നെയാണ് നമ്മൾ അവിടെ പിന്നിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെ US 1ാം സ്ഥാനത്ത് നിന്ന പലയിടത്തും നമ്മൾ അവരെ പിന്നിലാക്കി അമേരിക്കയെ 3ാമതാക്കുകയാണ്. നേരത്തെ ചൈന പല മേഖലകളിലും അമേരിക്കയെ 2ാമതാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അമേരിക്ക 3ാമത് പോവാണ്. അപ്പോൾ ചൈനയ്ക്കൊപ്പം ഇന്ത്യയും അമേരിക്കയ്ക്ക് ഒരു എതിരാളിയാണ് എന്ന് അവർ തിരിച്ചറിയുകയാണ്. ഇന്ത്യയും ചൈനയും അതിർത്തി പ്രശ്നങ്ങൾ എങ്ങാനും പരിഹരിക്കുകയാണെങ്കിൽ പരസ്പരം യോജിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാം. പുരാതന കാലത്ത് ഉണ്ടായിരുന്നത് പോലെ പരസ്പര സഹകരണത്തിലൂടെ ഇന്ത്യ ചൈന ഭായി ആയിട്ട് പോകാമെന്ന് വല്ലതും തീരുമാനിച്ചാൽ അമേരിക്കയുടെ പ്രസിഡന്റിനും ഭരണകൂടത്തിനും ഹാർട്ട് അറ്റാക്ക് വരും, ഒരു സംശയവുമില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർക്ക് ഈ ഇന്ത്യയും ചൈനയും പിന്നെ പിടിച്ചു കെട്ടാൻ പറ്റില്ല. പുരാതന കാലത്ത് അത്രയും ശക്തമായിരുന്നു ഈ 2 രാജ്യങ്ങളുടെയും ആഗോള തലത്തിലെ സ്വാധീനം എന്ന് പറയുന്നത്. സോ ആ നിലയ്ക്ക് ഇനിയുള്ള ഈ നൂറ്റാണ്ട് ഇന്ത്യയും ചൈനയും ചേർന്ന് ലോകം ഭരിക്കും എന്നുള്ളതാണ്
അമേരിക്കയുടെ ഭയം. പക്ഷെ അവർക്ക് ആശ്വാസം നൽകുന്നത് ചൈനയിലിരിക്കുന്ന സാമാന്യ ബോധമില്ലാത്ത ഭരണാധികാരികളുടെ തീരുമാനങ്ങളാണ്. ഈ ലക്ഷ്യം ഇന്ത്യയും ചൈനയും ഒന്നിച്ച് മുന്നേറാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്നിട്ടും ചൈനയുടെ പിടിവാശിയും അവരുടെ ആർത്തിയും കാരണമാണ് ഇത് യാഥാർത്ഥ്യമാകാത്തത്. അതിലാണ് അമേരിക്ക സന്തോഷം കണ്ടെത്തുന്നത്. ഇപ്പൊ ഇന്ത്യയും ചൈനയും ഒന്നിച്ച് സഹകരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ ശക്തികളായിട്ട് രണ്ട് രാജ്യങ്ങൾക്കും വളരാം. കാരണം അതിർത്തി സമാധാനമാകും, ഡിഫൻസിന് വേണ്ടി ചിലവാക്കുന്ന പൈസ കുറയ്ക്കാൻ പറ്റും, പരസ്പര വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സമാധാനപൂർണ്ണമായിട്ട് മുന്നോട്ട് പോകാം, വികസനത്തിന് വേണ്ടി കൂടുതൽ ഫണ്ട് ചെലവഴിക്കാം, ടെക്നോളജിക്ക് വേണ്ടി ചെലവഴിക്കാം. അപ്പൊ ഇത് പക്ഷേ ചൈനയുടെ പിടിവാശി കാരണം അത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും വലിയ കുഴപ്പങ്ങളില്ലാതെ, യുദ്ധങ്ങളില്ലാതെ ഇന്ത്യ ചൈന റിലേഷൻ അടുത്തൊരു 10-25-30 വർഷം കുഴപ്പമില്ലാതെ പോയാൽ പോലും ഇന്ത്യക്കൊരു മഹാശക്തിയായിട്ട് മാറാൻ കഴിയുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. അത് തന്നെയാണ് അമേരിക്ക ഇന്ത്യയുടെ പുറകെ കൂടിയിരിക്കുന്നതിന്റെ പ്രധാന കാരണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.